മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, മോഹൻലാലിന്റെ അമ്മയെ മലയാളികൾക്ക് അത്രമേൽ സുപരിചിതയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രമാത്രം ആളുകൾ ഈ അമ്മയുടെ മരണവാർത്തയിൽ ദുഃഖാർത്തരായിരിക്കുന്നതും. എപ്പോഴാണ് സംസ്കാരത്തിൻ്റെ സമയം? അവിടേക്ക് പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര രംഗത്തുള്ള ആളുകളൊക്കെ എത്തുന്നുണ്ടോ? എൽദോ, വലിയ രീതിയിൽ ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. എളമക്കരയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി 8 മണിയോടുകൂടി ആയിരിക്കും എളമക്കരയിലെ വസതിയിൽ നിന്ന് ഇവിടെ നിന്ന് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി മരണം സ്ഥിരീകരിച്ച ശേഷം നിരവധിയായ ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളടക്കം ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഏതായാലും അന്തിമോപചാരം അർപ്പിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് രാത്രി 8 മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ മോഹൻലാലിനോടുള്ള ഒരു അടുപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയോടും പലർക്കും തന്നെ സൂക്ഷിച്ചിരുന്നു എന്ന അതിന്റെ ഒരു നേർചിത്രം തന്നെയായിരുന്നു ഇവിടെ എത്തിയ ഒരു വലിയ തിരക്ക് എന്ന് പറയുന്നത്. തുടക്കത്തിൽ എൽദോ സൂചിപ്പിച്ചതുപോലെ അത് അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. കാരണം മോഹൻലാലിനോട് മലയാളികൾക്കുണ്ടായിരുന്ന ഒരു അടുപ്പം, ആ ഒരു അടുപ്പവും ഇഷ്ടവും എല്ലാം തന്നെ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയോടും മലയാളം സൂക്ഷിച്ചിരുന്നു എന്നത് തന്നെ ഒരു വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് അവിടെ നിന്ന് തൊട്ടറിയാൻ കഴിയാവുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഇവിടേക്ക് എത്തുന്നവരെല്ലാവരും തന്നെ മോഹൻലാലിനെ ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു പോവുകയും അദ്ദേഹത്തിനോടൊപ്പം അല്പസമയം ചെലവഴിച്ച ശേഷം തിരിച്ചു വരികയും എല്ലാം ചെയ്യുന്നു നമുക്ക് കാണാമായിരുന്നു. മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ മന്ത്രി പി രാജീവും ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ ഇത് തന്നെയായിരുന്നു. കാരണം പല തവണയായിട്ട് നമ്മൾ മോഹൻലാലും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം പലപ്പോഴും തന്നെ പല അഭിമുഖങ്ങളിലും എല്ലാം തന്നെ നമ്മൾ കാണുന്നതാണ്. മോഹൻലാലും അമ്മയും എത്രമാത്രം ഒരു അടുപ്പം പുലർത്തിയിരുന്നവരാണ് എന്നതെല്ലാം തന്നെ നമ്മൾ കാണുന്നവരുമാണ്. ആ ഇഷ്ടം എല്ലാവരിലും തന്നെ സൂക്ഷിച്ചിരുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാവുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ ഒരു സിനിമാ ജീവിതം, സിനിമാ തിരക്കുകൾ, എല്ലാ തിരക്കുകളിലും അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി ആ ഒരു സമയം ചെലവഴിക്കുക, അമ്മയോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ ഒരിക്കലും അദ്ദേഹം ഒരു അലംഭാവവും കാണിച്ചിരുന്നില്ല, ഒരു പിശയ്ക്കും അത്രയും കാണിച്ചിരുന്നില്ല. എപ്പോഴൊക്കെ അദ്ദേഹം പൊതുവേദികളിൽ സംസാരിച്ചിട്ടുണ്ടോ? നമുക്കറിയാം മോഹൻലാല് പൊതുവേദികളിൽ സംസാരിക്കുന്നത് പലപ്പോഴും ഒരു കുറഞ്ഞ പരിമിതമായ വാക്കുകളിലാണ്. പക്ഷെ മോഹൻലാല് സംസാരിക്കുമ്പോൾ, അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അമ്മമാരെ കുറിച്ചെല്ലാം തന്നെ പറയുമ്പോഴെല്ലാം അധികം വാചാലനാകുമായിരുന്നു. വളരെയധികം വികാര വായ്പോടുകൂടി അത്തരം കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അവരോടുള്ള ഒരു ഓർമ്മകളെല്ലാം പങ്കുവയ്ക്കുമായിരുന്നു. മോഹൻലാൽ പലപ്പോഴും പറയുന്നത് പോലെ പ്രായമായ എല്ലാ അമ്മമാരെയും ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം അമ്മ എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരെയും ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുമായിട്ടുള്ള ആ ഒരു അടുപ്പവും എല്ലാം തന്നെയും താൻ വ്യക്തമാക്കുന്നതും എല്ലാം തന്നെ പറയുമായിരുന്നു. അമ്മ അത്രയ്ക്ക് മോഹൻലാലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. ലാലു എന്ന നീട്ടിയുള്ള ഈണത്തോടുകൂടിയുള്ള ആ ഒരു വിളി, അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു സവിശേഷമായിട്ട് പലരും തന്നെ ഇന്ന് ഓർത്തെടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിളികൾക്ക് അപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിന് പകരം വെക്കാനും ഒന്നും ഇല്ലായിരുന്ന ഒരു സമയമാണ്. ഏതായാലും അങ്ങനെ ഒരു സ്നേഹം ലാലിന് നഷ്ടമാകുന്നു എന്നതാണ് ഏത് തിരക്കിലും ഓടിച്ചെന്ന് അദ്ദേഹത്തിന് ആശ്രയിക്കാവുന്ന വാത്സല്യത്തോടെ എല്ലാ ഉയരങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ആ ഒരു അമ്മച്ചിറകിന്റെ ചൂടിലേക്ക്
ആ ഒരു ഊഷ്മളതയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു വെമ്പൽ എല്ലാ കാലത്തും തന്നെ മോഹൻലാൽ കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും അത്തരം ചില ദൃശ്യങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ജന്മദിനം വളരെ ആഘോഷമായി അദ്ദേഹം അമ്മയുടെ ജന്മദിനം കൊണ്ടാടിയതുമെല്ലാം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം മുന്നിലുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം പാട്ടുപാടിയും അവർക്കൊപ്പം ചെലവഴിച്ചും അമ്മയുടെ ചിരിച്ച മുഖം എല്ലാവരെയും ആ പ്രസന്നവദനയായിരിക്കുന്ന അവരുടെ മുഖം എല്ലാവരെയും കാണിച്ചുകൊണ്ട് എത്ര നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ലാൽ എന്ന സിനിമാ ലോകം അത്ഭുതത്തോടെ കാണുന്ന ഒരു മഹാനടൻ അമ്മയ്ക്ക് മുന്നിൽ ആ മകനായി നിന്നുകൊണ്ട് എല്ലാവരെയും അത്തരം കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ മോഹൻലാലിനെ നമ്മൾ ഇന്ന് കാണുമ്പോൾ നമ്മൾ ഒട്ടും പരിചിതമല്ലാത്തൊരു പരിസരത്ത് നിൽക്കുന്നു. മോഹൻലാൽ വളരെ ഒന്നും സംസാരിക്കാൻ കഴിയാതെ, കാരണം അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ആ ഒരു വലിയ നഷ്ടത്തിന്റെ ആഴം അത് അദ്ദേഹത്തിന് മാത്രമാണ് ഈ നിമിഷം തിരിച്ചറിയുന്നതും മറ്റൊന്നും പകരമാകുന്നില്ല എന്ന് വേദനയോടുകൂടിയും അദ്ദേഹം മനസ്സിലാക്കുന്നതും എല്ലാം തന്നെയും ഈ നിമിഷത്തിൽ തന്നെയാണ്. 90 വയസ്സ് പിന്നിടുന്നു ശാന്തകുമാരി അമ്മയ്ക്ക്. ആ മകനുമായുള്ള അടുപ്പം തന്നെയാണ് ഈ നിമിഷത്തിലും ഈ വരുന്ന ആളുകളിലും എല്ലാം തന്നെയും നമ്മൾ തൊട്ടറിയുന്നതും അത് തന്നെയാണ്. എൽദോ. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അമ്മ. ഇന്ന് രാത്രി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി, ഒരു കാര്യം കൂടി, മോഹൻലാൽ അവിടെ ഉണ്ടായിരുന്നു, കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്നു മരണസമയം? എൽദോ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് അമ്മ ഏതാണ്ട് എനിക്കറിയാം 11 വർഷത്തോളമായി പക്ഷാഘാതത്തിലുള്ള ചികിത്സയിലും മറ്റുമായിരുന്നു ശാന്തകുമാരി അമ്മ. അപ്പോൾ ഈ അസുഖങ്ങൾക്ക് മറ്റും ചികിത്സയ്ക്കുമായിട്ടുമാണ് ഇടപ്പള്ളിയിലെ വസതിയിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷത്തോളമായിട്ട് അമ്മയുടെ ഒരു അസുഖം 3 മാസത്തോളമായിട്ട് അമ്മയുടെ അസുഖം മൂർച്ഛിച്ചു വരുന്ന ഒരവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഈ രോഗാവസ്ഥയെല്ലാം തന്നെ മോഹൻലാലിനോട് അവിടെ പരിചരിക്കുന്ന എല്ലാവരും തന്നെയും പങ്കുവച്ചിട്ടുമുണ്ട്. ഈ രീതിയിലേക്ക് ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഈ വിവരം എല്ലാം തന്നെ മോഹൻലാലിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മോഹൻലാൽ ഈ സമയത്തേക്ക് മോഹൻലാലും കുടുംബം ഭാര്യ സുചിത്രയും അടക്കം ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തതിനു ശേഷമാണ് ആ സമയമാണ് മരണം സംഭവിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എൽദോ. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ മോഹൻലാലിൻ്റെ ഇളമക്കരയിലുള്ള വീട്ടിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതും. അവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ജനപ്രതിനിധികളും ചലച്ചിത്ര ലോകത്തെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരും അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ ആ അമ്മയെ ഓർക്കുകയുമുണ്ടായി. നേരത്തെ നമ്മോട് പ്രതികരിച്ചിരുന്നു ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ ആ അമ്മയുടെ ബന്ധത്തെപ്പറ്റിയും അമ്മയുമായിട്ടുള്ള അടുപ്പത്തെപ്പറ്റിയും ഒക്കെ ചില പ്രതികരണങ്ങളിലേക്ക് പോയ ശേഷം മടങ്ങിയെത്താം. എന്നെ സംബന്ധിച്ച് ഞാൻ മലയാളത്തിൽ അഭിനയിച്ച് തുടങ്ങിയ കാലം മുതലുള്ള എൻ്റെ ഓർമ്മ, അതിനു മുൻപ് എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. ശാന്തമ്മയും എൻ്റെ അമ്മയുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. വിശ്വനാഥാങ്കളുമായിട്ടൊക്കെ അടുത്ത ബന്ധം.